സുധീഷ്, പുടിൻ്റെ ഇന്ത്യ സന്ദർശനം, അതിൽ നമ്മൾ വിചാരിച്ച പോലെ വലിയ ഡിഫൻസ് ഡീലുകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാം. പക്ഷേ മൊത്തം ലോകത്തിനൊരു സന്ദേശം കൊടുക്കുന്ന രീതിയിലുള്ളൊരു സന്ദർശനമായിരുന്നു. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കുക. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ചൈന മാത്രമല്ല, ചൈനയോട് നിങ്ങൾ മാത്രമല്ല, ഇന്ത്യയെപ്പോലൊരു സുഹൃത്ത് ഞങ്ങൾക്കുണ്ട് എന്നൊരു സന്ദേശം അവിടെയും. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഒരുപോലെ ആവശ്യമുള്ള അല്ലെങ്കിൽ ഒരു സന്ദേശം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സന്ദർശനമായിരുന്നു കഴിഞ്ഞത്. രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമല്ല ആണ് പറഞ്ഞത്, കറക്റ്റാണ്. ഇത് ഒരു പോസ്ചറിങ് ആണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഏകദേശം 29ഓളം ചെറിയ ചെറിയ MOU അഗ്രിമെൻറ്റ് അങ്ങനെയുള്ളതൊക്കെ 29ഓളം എണ്ണം സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് കൊട്ടിഘോഷിച്ച് പറയാനും മാത്രമുള്ള വലിയ പറഞ്ഞ വലിയ എഗ്രിമെൻറ്റുകളൊന്നും അല്ല സൈൻ ചെയ്തത്. പക്ഷെ സൈൻ ചെയ്തതൊക്കെ ക്രൂഷ്യലായിട്ടുള്ള എഗ്രിമെൻറ്റുകളാണ്. പക്ഷേ ഈ എഗ്രിമെൻറ്റുകളെക്കാട്ടിലൊക്കെ അപ്പുറത്തേക്കാണ് പറഞ്ഞ പോലെ ചൈനയ്ക്ക്, അമേരിക്കയ്ക്ക്, യൂറോപ്പിന്, പാകിസ്ഥാന്, ബംഗ്ലാദേശിന്, അങ്ങനെ എല്ലാവർക്കും ഉന്നം വെച്ച് എല്ലാവർക്കും എടുത്തുകൊണ്ട് പോകാനായിട്ട് ആവശ്യത്തിന് അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. ആരാന്ന് വെച്ചാൽ വന്നു എടുത്തു. എല്ലാവർക്കും തുല്യ പരിഗണന. എൻ്റെ നമ്മളൊരു വേഷം വെച്ചിട്ടില്ല. എല്ലാവർക്കും അവരവർക്കായിട്ടുള്ള ഒരു മെസ്സേജ് അതിൻ്റെ അകത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ റഷ്യ സൗഹൃദം വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അകത്തെ പോസ്ചറിങ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ ചൈനയുമായിട്ട് കമ്പനിയാണ്, എന്നാൽ റഷ്യക്ക് ചൈനയെ വലിയ വിശ്വാസമൊന്നുമില്ല. ഇല്ല. അമേരിക്ക അതുമായിട്ട് ശത്രുതയിലാണ്, എന്നാൽ എന്താ പറയുക, കൂടുതൽ കോമ്പറ്റീഷൻ ഇങ്ങോട്ട് വരണ്ട എന്ന ഒരു മെസ്സേജ് അവിടെ ഉണ്ട്. അടുത്തത് ഗ്ലോബൽ സൗത്തിനാണ്, ഇന്ത്യയുടെ കൂടെ ഞാനുണ്ട് എന്ന റഷ്യയുടെ ഒരു ഇത്. ഇന്ത്യയുടെയും ഇത് തന്നെയാണ്. നമുക്ക് ശക്തി, നമ്മൾ നേരത്തെ ഒരു ചേരിചേരാ നയം ഉണ്ടായിരുന്നു. ആ ചേരിചേരാ നയം ഉണ്ടായിരുന്നത് കോൾഡ് വാർ കാലഘട്ടത്താണ്. അത് USSRും അമേരിക്കയുമായിട്ടായിരുന്നു കോൾഡ് വാർ 1 ഉണ്ടായിരുന്നത്. ഇപ്പോൾ റഷ്യയും അമേരിക്കയുമായിട്ട് കോൾഡ് വാർ വേർഷൻ 2 നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. മോർ ഓർ ലെസ് ഉക്രൈനുമായിട്ടൊരു ഇൻഡയറക്റ്റ് വാർ തന്നെ അമേരിക്കയും റഷ്യയുമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ റഷ്യയുടെ ഏറ്റവും വിശ്വസ്തൻ ആയ ഒരു സുഹൃത്ത്, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്തായിട്ടാണ് റഷ്യ കാണുന്നത് എന്ന ഒരു പോസ്ചറിങ് ആണ് ശരിക്കും പറഞ്ഞാൽ അവിടെ നടന്നിരിക്കുന്നത്. അത് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇന്ത്യ ബാക്കിയുള്ള രാജ്യങ്ങളെയൊന്നും നമ്മുടെ നേവൽ ബേസുകളിലൊന്നും അങ്ങനെ അടുപ്പിക്കാറൊന്നുമില്ല. അവിടെ അമേരിക്കയുമായിട്ടൊരു ലെമോവ എഗ്രിമെൻ്റ് ഉണ്ട്, പക്ഷെ അവിടെയും ബേസിങ് ഇല്ല, അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഇപ്പോൾ അതേപോലെ തന്നെ റഷ്യയുമായിട്ട് ഒരു റീലോസ് കരാർ ഇപ്പോൾ ഉണ്ട്. ഇന്ത്യൻ നേവിക്ക് ആർട്ടിക്കിൽ അല്ലെങ്കിൽ പസഫിക്കിലാണെങ്കിൽ വ്ളാഡിവോസ്റ്റോക്കിൽ, ആർട്ടിക്കിലാണെങ്കിൽ മുർമുൻസ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയൊക്കെ പോയി എന്താ പറയുക സപ്ലൈസ്, വേറൊന്നുമല്ല, ഫ്യൂവലും സപ്ലൈസും മാത്രം, ഫുഡിൻ്റെ സപ്ലൈസും ഒക്കെ എടുക്കാനായിട്ടുള്ളൊരു കരാറ് റഷ്യക്ക്. ആ ഒരൊറ്റ കരാറിൽ വിശാഖപട്ടണത്ത് നമ്മുടെ സീപോർട്ടാണത്. സീപോർട്ട് മാത്രമല്ല, വിശാഖപട്ടണം ഒരു ഷിപ്പ് യാർഡ് കൂടിയാണത്. അങ്ങനെ ആ ഒരു ഷിപ്പ് യാർഡുള്ള ഒരു ഏരിയയിലേക്ക് റഷ്യക്ക് ഒരു ആക്സസ് ഉണ്ട്. അവർക്ക് കുറച്ചുകൂടെ ചെറിയ കോസ്റ്റിൽ ചെയ്ത് എടുക്കാൻ പറ്റും. നമ്മുടെ ഷിപ്പ് യാർഡുകളിലും അങ്ങനെയുള്ള സംഗതികളിലും മെയിൻ്റനൻസ്, അത് ആ മെയിൻ്റനൻസ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് ആർട്ടിക്കിൽ, നമ്മുടെ നേവി ആർട്ടിക്കിൽ ആ സൈഡിലേക്ക് പെട്രോളിങ് ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അവർക്ക് അവിടെ നിന്നൊരു റീഫ്യൂവലിങ്ങും മറ്റേ സപ്ലൈസ് എടുക്കാനും ഒക്കെ ആയിട്ട് ഒന്നുമല്ല, ഒരു മിലിറ്ററി കോഓപ്പറേഷൻ കുറച്ചുകൂടെ ശക്തമാക്കുന്ന ഒരു പോസ്ചറിങ്. ഇതൊക്കെ ഒരു പേരിനല്ലേ, ബാക്കിയൊക്കെ പതിയെ വന്നോളും. അത് മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ അമേരിക്കയ്ക്കടുത്തേക്ക് നീങ്ങിയിരുന്നു ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെയല്ല, അമേരിക്കയുമായിട്ടിപ്പോൾ അത്യാവശ്യം പ്രശ്നത്തിൽ തന്നെയാണല്ലോ ട്രംപുമായിട്ട്. അപ്പോൾ അതല്ല, അമേരിക്കയോട് അങ്ങനെ ഒരു ലീനിങ് ഇല്ല എന്നുള്ളതും മൊത്തത്തിൽ ഒരു വലിയ സന്ദേശങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കലെന്ന് നേരത്തെ പറഞ്ഞതുപോലെ ചൈനയ്ക്കും ഇതൊരു കൊടുക്കലാണ് പറഞ്ഞു വരുമ്പോൾ. അതെ,
നമ്മൾ അമേരിക്കയുമായിട്ട് ഈ എന്നാണ് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്, ബിൽ ക്ലിൻ്റൻ്റെ കാലം മുതലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുമായിട്ട് കുറച്ചുകൂടി ഒന്ന് ക്ലോസ് ആവുന്നത്. അത്ര നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക പാകിസ്ഥാൻ്റെ കൂടെയും റഷ്യ ഇന്ത്യയുടെ കൂടെയും എന്ന് തന്നെയായിരുന്നു, യാതൊരു സംശയമില്ലാത്ത കാര്യം. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് അമേരിക്കയുമായിട്ട് കുറച്ചുകൂടെ കൂടുതൽ അടുക്കുന്ന ഒരു സിനാരിയോ വരുന്നത് ബിൽ ക്ലിൻ്റൻ്റെ കാലം മുതലാണ്. അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയാണ് നമ്മളെ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. അലയ്യെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എസ്പിനാഷ് ടേംസിൽ പറഞ്ഞാൽ കൾട്ടിവേഷനാണ്. ബന്ധം ശരിക്കും പറഞ്ഞാൽ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ട് വന്നിരുന്നത് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക തന്നെയാണ്. നമുക്ക് അന്നും വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു അമേരിക്ക. അത് കഴിഞ്ഞിട്ട് പതിയൊന്ന് വിശ്വസിച്ച് വന്നു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ഈ ട്രംപിൻ്റെ കാലത്താണ്. ട്രംപിൻ്റെ കാലത്ത് അത്യാവശ്യം നല്ല സഹകരണം ഉണ്ടായിരുന്നു. നമ്മളെ ഉപദ്രവിക്കാനായിട്ട് അമേരിക്ക വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ അമേരിക്കയിൽ തന്നെ ഇന്ത്യയുടെ കാര്യം വരുമ്പം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിട്ട് അവർ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ട്. തോമനായപ്പോൾ ചാണ്ടി മുറുകെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഏതെങ്കിലും രീതിക്ക് ഉപദ്രവിക്കാൻ നോക്കും. മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഇടയ്ക്ക് ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് കളിക്കും. അവർ വന്നിട്ട് നമ്മുടെ തോളക്കായിട്ട് അയ്യോ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് എന്നൊക്കെ പറയുകയും ചെയ്യും, പുറകെ കൂടെ ഉപദ്രവിക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിലെ ചൊല്ലി കുറച്ചുകൂടെ വേറെയാണ്. അങ്ങനെ ആ ഒരു ഇതായിരുന്നു അമേരിക്ക എടുത്തുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം ട്രംപ് വരുമ്പോൾ തന്നെ ഇലക്ഷൻ സമയത്ത് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ട്രംപിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഡയസ്പൊറ പോലും കമലാ ഹാരിസ് ഒരു ഇന്ത്യൻ വംശജയാണെന്ന് പറഞ്ഞിട്ടും ട്രംപിനെയാണ് സപ്പോർട്ട് ചെയ്തത്. അത് വേറൊന്നുമായിട്ടല്ല, നാളെ അധികാരത്തിൽ വന്നാൽ ഭാരതത്തിന് അതുകൊണ്ട് ഗുണമുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു തന്നെയാണ്. പക്ഷേ ആ ഒരു വിശ്വാസം ട്രംപ് നശിപ്പിച്ചു എന്ന് മാത്രവുമല്ല, ഒരു ചതിയുടെ കയ്പ് ട്രംപിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെയും വായിൽ തോന്നുന്ന ഒരവസ്ഥയിലാണ് ട്രംപ് ഇപ്പോൾ കൊണ്ട് ഈ റിലേഷൻഷിപ്പ് നിർത്തിയിരിക്കുന്നത്. വേണ്ട, വി ആർ ബാക്ക് ടു സ്ക്വയർ വൺ. നമ്മൾ തിരിച്ച് റഷ്യയുമായിട്ടുള്ള ഇത് കുറച്ചുകൂടെ ഡീപ്പൻ ചെയ്യാനായിട്ട്, ബന്ധം കുറച്ചുകൂടെ ഡീപ്പൻ ചെയ്യാനായിട്ടാണ് നമ്മളിനി തീരുമാനിച്ചിരിക്കുന്നത്. വേണ്ട, അമേരിക്കയുടെ വലിയ ബന്ധമൊന്നും വേണ്ട. സെപ്റ്റംബർ അവസാനത്തോട് കൂടിയിട്ട് ഏകദേശം അമേരിക്കയുമായിട്ടൊരു ട്രേഡ് ഡീല് ഇപ്പോൾ വരും. ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജസ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അനക്കമില്ല, ഒച്ചയില്ല, ഒന്നുമില്ല. പീയൂഷ് ഗോയലാണ് പറഞ്ഞത് ഏകദേശം ഫൈനൽ സ്റ്റേജിലാണെന്നൊരു രീതിക്കൊരു സംസാരം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒച്ചയില്ല. ആരോ എന്തോ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അത് എന്താ പറയണ്ടേ, പിന്നെയും തെറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ ഉടനെ നടക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. മാത്രവുമല്ല, ഈ റഷ്യയുമായിട്ട് ഇപ്പോൾ പുടിൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 29ഓളം ചെറിയ MOU ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് പുടിനുമായിട്ട് നേരിട്ട് മാത്രമല്ല, റഷ്യൻ കമ്പനികളുമായിട്ട്. പുടിൻ വന്നത് കുറേ CEOസിനെയും ഓയിൽ ബാരൻസിനെയും ഒക്കെ കൂടെ കൂട്ടിക്കൊണ്ട് തന്നെയാണ്. അവരുമൊക്കെ ആയിട്ട് ചെറിയ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും ബാങ്കിന്റെ CEOs അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. തലപ്പത്തുള്ള ആൾക്കാരെയൊക്കെ ആയിട്ടാണ് വന്നത്. അവരുമൊക്കെ ആയിട്ട് ചെറിയ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ സൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും മേജർ ആയിട്ടുള്ള ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി ആണ്. അതിൻ്റെ അകത്ത് ഏറ്റവും മേജർ ആയിട്ടുള്ളത് റിലോസ് ആണ്. ഈ പറഞ്ഞ പോലെ റിലോസ് പുറമേ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യൻ നേവിക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിന് റഷ്യയിലെ ബേസുകളിൽ നിന്ന് സപ്ലൈ എടുക്കാനും ഫ്യൂവൽ എടുക്കാനും ഉള്ളൊരു കരാറ്. നേരെ തിരിച്ചും റഷ്യൻ എയർഫോഴ്സിന് അല്ലെങ്കിൽ നേവിക്ക് സപ്ലൈയും ഫ്യൂവലും എടുക്കാനുള്ള കരാർ എന്ന് മാത്രമേ ഉള്ളൂ പുറമേക്ക് കാണാനുള്ളൂ. ബാക്കി ഇത് എന്തുമാത്രം അകമേ എന്തുമാത്രം ഉണ്ട് എന്നുള്ള ഒരു പിന്നെ കാണേണ്ടതാണ്. ഒരു കാര്യം കൂടെ ഉണ്ട് വയത്തെ. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ റഷ്യയുമായിട്ട് ഇപ്പോൾ ഈ സൈൻ ചെയ്തിരിക്കുന്ന MOUs ഒക്കെ വളരെ അപ്രധാനമായിട്ട് പുറമേക്ക് നോക്കുമ്പോൾ അപ്രധാനമായിട്ടുള്ളൊരു ഇതായിട്ടാണ് പുറമേക്ക് കാണുന്നത്. കാരണം അതിൻ്റെ ഒരു കാരണവും കൂടെ ഉണ്ട്. S-400 നമ്മൾ റഷ്യയിൽ നിന്ന് ആദ്യം മേടിക്കാൻ നേരത്ത് അന്ന് ടർക്കിയും പോയി ചാടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ടർക്കി ഇപ്പോൾ അമേരിക്കൻ സാങ്ഷനിൽ പെട്ട് കുരുങ്ങി കിടക്കുകയാണ്. ടർക്കിക്ക് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് F-35 മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. മേടിക്കണമെന്നുണ്ടെങ്കിൽ S-400 ഒഴിവാക്കണം, എന്നാലേ ഞങ്ങൾ തരൂ എന്ന് അമേരിക്ക ഡയറക്റ്റ് കണ്ടീഷൻ വെച്ചു. അമേരിക്കയുടെ അടുത്ത് നമ്മൾ ആയുധം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയുധം കൊണ്ട് എന്ത് ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ അമേരിക്കക്കാർ പറയും. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആരെ കുത്തണം ആ ഒരു ഡയറക്ഷൻ അമേരിക്ക എപ്പോഴും തരും. അപ്പോൾ അതിന് അവർ യൂസ് ചെയ്യുന്ന ഒരു സാങ്ഷൻ ഉണ്ട്, കാറ്റ്സ എന്ന് പറഞ്ഞിട്ട്. ടർക്കിക്ക് അതിൻ്റെ അകത്ത് ഏകദേശം കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്
ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ആ ഒരു അവസ്ഥ നമുക്കുണ്ടാക്കി വയ്ക്കാതിരിക്കാനായിട്ട്, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമേരിക്ക എന്ത് കാരണം കൊണ്ട് ഭാരതത്തിനൊരു ഉപരോധം അടിച്ചു കൊടുക്കണം എന്ന് നോക്കി തന്നെയാണ് ഇരിക്കുന്നത്. ആ ഒരു സാഹചര്യം ഒഴിവാക്കി, എന്താ പറയുന്നത്, മീഡിയത്തിലങ്ങ് ഒതുക്കത്തിലങ്ങ് പോകുന്നെങ്കിൽ പോട്ടരെ എന്നുള്ള ഒരു ലൈനിൽ തന്നെയാണ് നമ്മളിപ്പോൾ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചെറിയ ഇത് വെച്ച് ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ അകത്ത് അത്ര ചെറുതൊന്നും അല്ല. ഇപ്പോൾ സ്ട്രാറ്റജിക് ആയിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ റീലോസ് 1, മേക്ക് ഇൻ ഇന്ത്യയിൽ T-90 ടാങ്കും റഷ്യയുടെ ആണല്ലോ. അതിന്റെ നവീകരണം, മോഡേണൈസേഷൻ, അതുപോലെ തന്നെ സുഖോയ് 30 സൂപ്പർ സുഖോയ് ആക്കുന്ന അതിൻ്റെ അതൊക്കെ ഓൾറെഡി വന്നിട്ടുള്ളതാണ്. നമുക്ക് പഴയതിൻ്റെ കണ്ടിന്യൂവേഷനൊക്കെ ആയിട്ട് ഈ സാധനം പോവാം, പുതിയ സാധനങ്ങളല്ല. അതുപോലെ തന്നെ S-400 സ്ക്വാഡ്രൻസ് നമ്മൾ നേരത്തെയും പറഞ്ഞാണ്, അത് ഒരു 5 എണ്ണം കൂടെ നമ്മൾ മേടിക്കണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ S-500ൻ്റെ പ്രിലിമിനറി ടോക്ക് വളരെ മൈൽഡായിട്ട്, ഈ ഒതുക്കത്തിൽ, ഈ പറഞ്ഞ പോലെ ഒതുക്കത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സൈഡിൽ കൂടെ സംസാരിച്ചു തുടങ്ങി അത് സെറ്റായി വരുമ്പോഴത്തേക്കും മിക്കവാറും യുക്രൈൻ യുദ്ധം തീരും. യുക്രൈൻ യുദ്ധം സീൻ്റെ കാര്യം എന്താ വെച്ചാൽ, റഷ്യ യുക്രൈൻ യുദ്ധം തീർന്നു കഴിഞ്ഞാൽ പിന്നെ റഷ്യയുടെ പേരും പറഞ്ഞ് അമേരിക്കയ്ക്ക് വേറൊരാളെ സാങ്ഷൻ അടിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒരു ഇതുണ്ട്, ഇത് തീരാതിരിക്കാനായിട്ട്. യുക്രൈൻ്റെ അടുത്തുനിന്നുണ്ട്, അമേരിക്കയുടെ അടുത്തുനിന്നുണ്ട് ഈ സാധനം തീരാതിരിക്കാനായിട്ട്. രണ്ടുപേർക്കും കാരണം യുക്രൈൻ്റെ ഒരു വലിയ മാസ് ഓഫ് ലാൻഡ് പോവും, അമേരിക്കയ്ക്ക് ഈ റഷ്യയെ എന്നും വില്ലൻ സ്ഥാനത്ത് നിർത്താനും പറ്റും എന്ന ഒരു സംഗതിയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ മറ്റേ അമേരിക്കൻ കോൺഗ്രസ് ഒരു സെക്യൂരിറ്റി റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് റഷ്യ അല്ല വില്ലൻ, റഷ്യയുമായിട്ട് ഇനി അലമുണ്ടാക്കാൻ പോരെന്നോറ്റാണ് അവർ പറയുന്നത്. ഞാൻ ഈ ഹിപ്പോക്രസി എന്നും അമേരിക്കയ്ക്കകത്തെ സിസ്റ്റംസിൻ്റെ അകത്തുണ്ട്. അത് കൊണ്ടുവന്ന് കോൺഗ്രസിൻ്റെ അകത്താണ്, മറ്റേ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റാണ് കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു ഹിപ്പോക്രസി എന്നുമുണ്ട്. ഇവരുടെ നിലപാടുകൾ എന്നും കൺസിസ്റ്റൻ്റ് അല്ല. മൊത്തം അഡ്മിനിസ്ട്രേഷൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കൺസിസ്റ്റൻ്റ് അല്ല. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു നിലപാടെടുത്താൽ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് വേറൊരു നിലപാടായിരിക്കും എപ്പോഴും എടുക്കുന്നത്. ആ ഒരു ഇൻകൺസിസ്റ്റൻസി എന്നും അമേരിക്കയ്ക്കകത്തുണ്ട്. അപ്പോൾ ഈ ഒരു വ്യത്യാസം എപ്പോഴും വരുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് ആൻഡ് എക്കണോമി 2030 100 ബില്യൺ ഇന്ത്യ റഷ്യ ട്രേഡ് 100 ബില്യണിൽ കൊണ്ടെത്തിക്കണം. വാർഷികമായിട്ടുള്ള ട്രേഡ് 100 ബില്യണിൽ കൊണ്ടെത്തിക്കണം എന്നാണ് വെപ്പ്. അതുപോലെ തന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഴ്സ്, യൂറിയ, അങ്ങനെയുള്ള സാധനങ്ങൾ റഷ്യയിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു കുറവ് അനുഭവപ്പെടുന്നൊരു വാർത്തകളൊക്കെ വന്നിരുന്നല്ലോ. പിന്നെ നമുക്ക് യൂറിയയുടെ കുറവ് നന്നായിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ റഷ്യയിൽ നിന്ന് കൊണ്ടുവരാനായിട്ടുള്ള ഒരു പാക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ മരുന്നുകൾ, പിന്നെ എനർജി സെക്യൂരിറ്റിക്കകത്താണെന്നുണ്ടെങ്കിൽ കൂടംകുളത്തിൻ്റെ 2ാം ഘട്ടം, അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സൈറ്റിൻ്റെ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ സൈറ്റ് തീരുമാനിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ അതെവിടെയാണ് വേണ്ടതെന്നുള്ള പ്രാരംഭ ചർച്ചകൾ അത് നടക്കുന്നുണ്ട്. ഇപ്പം ഇന്നലെ കേട്ട വേറൊരു വാർത്തയുണ്ട്, ഭാരതം ന്യൂക്ലിയറിനെ പ്രൈവറ്റൈസ് ചെയ്യാനായിട്ടൊരു പരിപാടിയും കൂടെ, ശരിക്കും പറഞ്ഞാൽ കൂടംകുളം പോലും ഒരു പ്രൈവറ്റ് എൻറ്റിറ്റി ആയിട്ടാണത് നിലനിൽക്കുന്നത്. അറിയാലോ, KKNPS എന്ന് മറ്റോ പറഞ്ഞിട്ട് അങ്ങനെ ഒരു KKNPP അങ്ങനെ ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ടാണ് അതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മോറോർലെസ് ഇതിനെ കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് മറ്റ് പ്രൈവറ്റ് പ്ലെയേഴ്സിനും കൂടെ വരാൻ NTPC ഉണ്ട്. അങ്ങനെയുള്ള പ്രൈവറ്റ് പ്ലെയേഴ്സിന് മേ ബി അദാനിക്കോ അംബാനിക്കോ അതിൻ്റെ പേരിൽ അലമ്പുണ്ടാവും, ഉറപ്പാണ്, യാതൊരു സംശയമില്ല. അങ്ങനെ ഒരു ബില്ല് വരുന്നു എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ റഷ്യ നമുക്ക് ചെറിയ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ, വലുതല്ല, കൂടംകുളം അത്യാവശ്യം വലിയ പവർ പ്ലാന്റാണ്, ഇത് ചെറിയ മൈക്രോ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ ഉണ്ടാക്കുന്നതിനെ പറ്റി ഒരു സംസാരവും കൂടെ ഈ യാത്രയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അങ്ങനെ ഒരു നീക്കം കൂടെ വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ നോർത്ത് ഈസ്റ്റും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള കറണ്ടുകൾ നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമുക്കൊരു മാനുഫാക്ചറിങ് ഹബ്ബ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട കറണ്ടാണ്. അത് ശരിക്കും ഇപ്പോഴും നമുക്ക് അതിനൊരു സ്കാർസിറ്റി നല്ലപോലെ ഉണ്ട്.
പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഭാരതത്തിലെ പവർ പ്ലാന്റുകളിൽ നമ്മൾ ഉണ്ടാക്കുന്ന കറണ്ടിൽ നല്ലൊരു പങ്കും തെർമൽ പവർ പ്ലാന്റുകളാണ്. കോള്, ഡീസൽ, അതിന് പരിസ്ഥിതി ആഘാതമുണ്ട്. അറിയാലോ, റിന്യൂവബിൾ ആയിട്ടാണെങ്കിലും അല്ലാതെ ഹൈഡ്രോ ആയിട്ടാണെങ്കിലും ശരി, പരിസ്ഥിതി ആഘാതമുള്ള ഈ തെർമൽ പവർ പ്ലാന്റ് കുറയ്ക്കുക എന്നുള്ളത് നമ്മുടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു പോയിൻ്റ്. അതിനെ കൗണ്ടർ ചെയ്യാനായിട്ടാണ് ഈ രണ്ടാമത്തെ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റും പിന്നെ മൈക്രോ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുടെ ഒരിതും വന്നേക്കാം എന്നുള്ള ഒരു സിനാരി. ഈ മൈക്രോ ന്യൂക്ലിയർ പവർ പ്ലാന്റ്, അതായത് പ്രൈവറ്റൈസ്ഡ് മൈക്രോ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്നുള്ളത് ഇതുവരെ ഫൈനലൈസ് ആയിട്ടില്ല. ഇത് ഇപ്പോഴും അതൊരു റൂമറായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ റഷ്യ പറഞ്ഞിട്ടുണ്ട് മറ്റേ ഈ സമയത്ത് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. ക്രൂഡാണെങ്കിലും ശരി, കോളാണെങ്കിലും ശരി, അവർക്ക് തരാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല, എത്ര വേണേ തന്നോളാം. പക്ഷേ നമ്മളിപ്പോൾ നിലവിൽ റഷ്യയിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ അവസാനത്തോടു പോയിട്ട് ലൂക്കോയിലിനും മറ്റേ റോസ്നെഫ്റ്റിനും അമേരിക്ക സാങ്ഷൻ അടിച്ചു കൊടുത്തു. ഇത് രണ്ടും റഷ്യൻ കമ്പനികളാണ്. ഇവിടെ നിന്നായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ, റോസ്നെഫ്റ്റ് മറ്റേ നയാറയിൽ സ്റ്റേക്കുള്ള കമ്പനി, മറ്റേത് ലൂക്കോയിൽ. ഇവിടെ നിന്നായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്, ആദ്യം നമ്മൾ എണ്ണ മേടിച്ച് കഴിഞ്ഞപ്പോൾ വെസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ്, അതായത് റഷ്യയിൽ നിന്ന് മേടിക്കുന്ന എണ്ണയ്ക്ക് ഇൻഷുറൻസ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് ഒരു സിനാരിയോ വന്നു. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5% അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് 5% ഡിസ്കൗണ്ടോട് കൂട്ട് റഷ്യയിൽ പോയി എണ്ണ മേടിച്ചു കഴിഞ്ഞാൽ അതിന് ഇൻഷുറൻസിന് അതിൽ കൂടുതൽ കാശാകുമ്പോഴത്തേക്ക് അത് വലിയ പ്രശ്നമല്ലേ. അപ്പോൾ നമ്മൾ ഇൻഷുറൻസിൻ്റെ ഉടായ്പ നമ്മൾ തന്നെ ചെയ്യാൻ തുടങ്ങി. അമേരിക്കൻ കമ്പനികളെയൊന്നും അല്ലെങ്കിൽ ലണ്ടൻ, ബ്രിട്ടീഷ് അങ്ങനെയുള്ള കമ്പനികളെയൊന്നും ആശ്രയിക്കാതെ നമ്മൾ തന്നെ നേരിട്ട് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കുമാണ് ഈ ലൂക്കോയിലിനും റോസ്നെഫ്റ്റിനും ഇത് വന്നത്. ഈ എണ്ണ നമുക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ലോജിസ്റ്റിക്സ് മെയിനായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് ഗ്രീക്ക് കമ്പനികളായിരുന്നു. അവർ പറഞ്ഞു, ഇനി നമ്മൾ ലൂക്കോയിൽ നിന്ന് അല്ലെങ്കിൽ റോസ്നെഫ്റ്റിൽ നിന്നുള്ള എണ്ണയും കൊണ്ട് ഗ്രീക്ക് കണ്ടെയ്നേഴ്സ് ഇന്ത്യയിലേക്ക് പോകുന്നു കഴിഞ്ഞാൽ അവർക്ക് പണി കിട്ടും. അതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങളിനി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് അറിയാലോ, ഇന്ത്യക്ക് സ്വന്തമായിട്ട് എണ്ണ കണ്ടെയ്നേഴ്സ് ഇല്ല. അത് ഇപ്പോൾ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനുള്ള പണി അവിടെ തുടങ്ങിയിട്ടുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ ഒരു സിനാരിയോയിലാണ് നിലവിൽ നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നതിന് ഒരു കുറവ് വന്നത്. അപ്പോൾ അങ്ങനെ ആ എണ്ണ നിലവിൽ റഷ്യ എത്ര വേണേ തരാനായിട്ട് തയ്യാറാണ്. കോളോ എണ്ണയോ എന്താണെന്ന് വെച്ചാൽ പ്രകൃതി വിഭവങ്ങൾ ബാക്കി ഓപ്ഷൻസ് നമ്മൾ കണ്ടെത്തണം. അതിൻ്റെ ട്രാൻസ്പോർട്ട്, ഇൻഷുറൻസ്, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ലോജിസ്റ്റിക്സ് നമ്മൾ തന്നെ നോക്കണം, വേറെ നിവൃത്തിയില്ല. അങ്ങനെയുള്ള ഒരു സിനാരിയോയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ മേജർ ആയിട്ടുള്ളൊരു സംഗതി സൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പീപ്പിൾ ടു പീപ്പിൾ ടൈസ്. റഷ്യക്ക് ആൾ വേണം. അതായത് മാൻ പവർ റഷ്യയിൽ കുറവാണ്, അറിയാമല്ലോ, തണുപ്പ് ഉള്ള സ്ഥലമാണ്. അവിടെ മനുഷ്യരുടെ പോപ്പുലേഷൻ ഫ്ലറിഷ് ചെയ്യില്ല. നാച്ചുറലി പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ പോപ്പുലേഷൻ തണുപ്പ് ഉള്ള സ്ഥലത്ത് ഫ്ലറിഷ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് ആളെ വേണം. അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചൈനയിൽ നിന്നുള്ള ആൾക്കാരെയൊക്കെയാണ് മാൻ പവറിന് വേണ്ടിയിട്ട് എടുത്തുകൊണ്ടിരുന്നത്. ചൈന അതിൻ്റെ അകത്തും ഉടായ്പ് കാണിച്ചിട്ടുണ്ട്. അവർ പല സ്ഥലത്തും ഈ പറഞ്ഞ പോലെ കോളനി അടിച്ചു, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ചൈനയും റഷ്യയുമായിട്ടുണ്ട്. കയ്യേറി, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിന് പകരം ഇന്ത്യയിൽ നിന്ന് സ്കിൽഡ് ആയിട്ടുള്ള, അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബറേഴ്സിനെ എടുക്കാനായിട്ട് തന്നെ റഷ്യയും ഇന്ത്യയുമായിട്ട് ധാരണ ഈ ഒരു സന്ദർശനത്തിൻ്റെ അകത്ത് ഒപ്പുവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടൂറിസം, മറ്റേ റഷ്യക്കാർക്ക് ഓൺ അറൈവൽ വിസ, ഇന്ത്യക്കാർക്ക് അവിടെ ഓൺ അറൈവൽ വിസ, ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട്. ഇത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. പക്ഷേ ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യുക, ഇതിൻ്റെ ഒരു പോസ്റ്ററിങ്, അതിൻ്റെ പേരിൽ മറ്റ് അലമ്പൊന്നും ഉണ്ടാകാതെ ഒരു ഒതുക്കത്തിലേക്ക് അങ്ങനെ അങ്ങ് കൊണ്ടുപോയതാണ്. പിന്നെ നരേന്ദ്രമോദി പുടിൻ സൗഹൃദം അത് ലോകത്തെ അറിയിക്കണം. അതും ഒരു ഘടകമാണല്ലോ. സൗഹൃദം നരേന്ദ്രമോദി പുടിൻ സൗഹൃദം മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ആരും പറഞ്ഞാത്ത ഒരു സാധനമുണ്ട്. FSB റോ സൗഹൃദം. അതൊരു വലിയ പോയിന്റാണ്. അത്
പുറത്തേക്ക് ഒബ്വിയസ്ലി അതിൻ്റെ ഒരു ഡീറ്റെയിൽസും പുറത്തേക്ക് വരില്ലല്ലോ. പക്ഷേ അങ്ങനെയുള്ള ഒരു സംസാരം ഇതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ അത് പണ്ട് മുതലേ ഉള്ളതാണ്. അത് കുറച്ചുകൂടി സ്ട്രെങ്തനായിട്ട്, കുറച്ചുകൂടി ഡീപ്പനായിട്ട് ബാക്കിയുള്ള എന്താ പറയുക എന്തൊക്കെയുണ്ടെന്നുള്ളത് പുറത്തേക്ക് വരികയുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കുറേ കാലം കഴിയണം. ഇതൊക്കെ ഒരു 10-15 കൊല്ലോ 25 കൊല്ലോ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും വരുമായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ശീതയുദ്ധ കാലത്തുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ സപ്പോർട്ട് കിട്ടി നിന്നിരുന്ന ഒരു ഇന്ത്യ അല്ല ഇപ്പോൾ ഇന്ത്യ ഒരു ഗ്ലോബൽ പവർ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു നിലയിൽ തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നതും. നരേന്ദ്രമോദിയുടെ ഈ ലോക മീറ്റിങ്ങുകളിലൊക്കെ നരേന്ദ്രമോദിക്ക് കിട്ടുന്ന പ്രാധാന്യം ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ അത് വലിയൊരു വ്യത്യാസമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 10-20 വർഷം അല്ലെങ്കിൽ ആ ഒരു മാറ്റങ്ങൾ, കഴിഞ്ഞ 10-11 വർഷമായിട്ടുള്ള പുതിയ മാറ്റങ്ങൾ, ഇതൊക്കെ നേരത്തെ ആരുടെയെങ്കിലുമൊക്കെ ഒരു സൈഡ് ചേർന്ന് നിന്ന ഒരു എന്താ പറയുക, ഒരു ഈ സിനിമകളിലൊക്കെ നായകൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരാൾ എന്നുള്ള ആ ഒരു കളിക്കാരൻ എന്നുള്ള നിലയിൽ നിന്ന് ഇന്ത്യ ശക്തി ആർജിച്ചിട്ടുണ്ട്. അതെ, ശക്തി ആർജിച്ചത് എങ്ങനെയാണ്? സംഘടന കൊണ്ട് ശക്തി ആർജിച്ചു, കച്ചവടത്തിലൂടെ പൈസ ഉണ്ടാക്കി. അങ്ങനെയല്ലേ ഇത് നമുക്ക് ഈ തന്നെത്താനെ എണീറ്റ് നിൽക്കാനായിട്ടും ഈവൻ അമേരിക്കൻ പ്രസിഡന്റിനോട് പോലും ഇച്ചിരി ഒന്ന് ഉടക്കി സംസാരിക്കാനായിട്ടും ഒരു മുഖം തിരിച്ച് നിൽക്കാനായിട്ടും ഒക്കെ നമുക്ക് പ്രാപ്തിയായത് ഇങ്ങനെയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അത് സംഘടന കൊണ്ട് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, കച്ചവടം ചെയ്ത് കാശുണ്ടാക്കുക. സംശയമൊന്നുമില്ല, ഇത് ഞാനല്ല പറഞ്ഞത്. അതെ. ഓക്കെ, എന്തായാലും നാരായണ ഗുരുദേവൻ പറഞ്ഞതാണത്. അതെ. എന്തായാലും പുതിയ സംഭവവികാസങ്ങൾ നോക്കാൻ നമുക്ക് കാത്തിരുന്ന് കാണാം.